ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മേധാവിത്വം തുടർന്ന് കണ്ണൂർ ജില്ല. കോഴിക്കോടും തൃശൂരും തൊട്ടുപിന്നിൽ. ഐടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്ത് തൊഴിലിടമൊരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വർക്ക് നിയർ ഹോം പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കമാവും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്തയും ആനുകൂല്യങ്ങളും നൽകുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യഹർജിയിൽ കോടതി നാളെ വിധി പറയും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ദേശീയ സ്റ്റാർട്ടപ്പ് ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ആത്മനിർഭർ ഭാരത്, വികസിത് ഭാരത് എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സ്റ്റാർട്ടപ്പുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായും ശ്രീ മോദി പറഞ്ഞു. 10 വർഷം മുൻപ് 500-നടുത്ത് മാത്രമായിരുന്ന സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം നിലവിൽ 2 ലക്ഷമായി ഉയർന്നതായും അദ്ദേഹം വ്യക്തമാക്കി. हमने स्टार्टअप इंडिया प्रोग्राम लॉन्च किया, हमने युवाओं को खुला आसमान दिया और आज नतीजा हमारे सामने है. सिर्फ 10 साल में स्टार्टअप इंडिया मिशन एक रिवॉल्यूशन बन चुका है. भारत आज दुनिया का 3rd लार्जेस्ट स्टार्टअप इकोसिस्टम है. 10 साल पहले देश में 500 से भी कम स्टार्टअप थे. आज ये संख्या बढ़कर 2 लाख से ज्यादा है. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. ഈ മാസം 29-ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. മാർച്ച് 26 വരെ 32 ദിവസമാണ് സഭ സമ്മേളിക്കുക. ഫെബ്രുവരി 6 മുതൽ 22 വരെയുള്ള കാലയളവിൽ സഭ ചേരുന്നതല്ല. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിനത്തിൽ 634 പോയിന്റുകളുമായി കണ്ണൂർ ജില്ല മേളയിൽ ആധിപത്യം തുടരുന്നു. 620 പോയിന്റുമായി കോഴിക്കോട് 2ാം സ്ഥാനത്താണ്. 618 പോയിന്റുമായി തൃശൂരാണ് 3ാം സ്ഥാനത്ത്. സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അരങ്ങേറുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തെക്കിൻകാട് മൈതാനത്ത് തുടരുമ്പോൾ ഓരോ വേദികളിലും ഉജ്ജ്വല പ്രകടനമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെക്കുന്നത്. 3ാം ദിനമായ ഇന്ന് സംഘഗാനം, കഥകളി, കുച്ചുപ്പുടി, ചവിട്ടുനാടകം എന്നീ ഇനങ്ങൾ വേദിയിൽ അരങ്ങേറി. ഒപ്പം ബാൻഡ് മേളവും ചെണ്ടമേളവും അടക്കമുള്ള ഇനങ്ങളും കലോത്സവ നഗരിയെ ആവേശത്തിലാഴ്ത്തി. വേദി 1-ൽ രാവിലെ ആരംഭിച്ച കുച്ചുപ്പുടി മത്സരം ഉച്ചയോടെയാണ് അവസാനിച്ചത്. തുടർന്ന് തിരുവാതിരക്കളിയും ആരംഭിച്ചു. നിറഞ്ഞ ജനസദസ്സാണ് എല്ലാ വേദികളിലും കാണാനുള്ളത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഓരോ ജില്ലകളും തമ്മിൽ. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറ്റന്നാൾ നിർവഹിക്കും. മലയാളത്തിന്റെ അഭിമാനമായ നടൻ മോഹൻലാൽ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1ാമതെത്തുന്ന ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ശ്രീ മോഹൻലാലും ചേർന്ന് വിജയികൾക്ക് സമ്മാനിക്കും. ഐടി വിജ്ഞാനാധിഷ്ഠിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം വീടിനടുത്ത് ലോകോത്തര നിലവാരത്തിലുള്ള തൊഴിലിടങ്ങൾ ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കമ്മ്യൂൺ വർക്ക് നിയർ ഹോം പദ്ധതിക്ക് തുടക്കമാകുന്നു. പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യ പൈലറ്റ് കേന്ദ്രം ഈ മാസം 19-ന് കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ആദ്യഘട്ടത്തിൽ 10 കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്താകെ ലക്ഷ്യമിടുന്നത്. കൊട്ടാരക്കരയ്ക്ക് പുറമെ കളമശ്ശേരി, രാമനാട്ടുകര, തളിപ്പറമ്പ്, പെരിന്തൽമണ്ണ തുടങ്ങി 9 കേന്ദ്രങ്ങൾ കൂടി ഉടൻ പ്രവർത്തന സജ്ജമാകും. കേരളത്തെ ഒരു ആഗോള സ്കിൽ ഡെവലപ്മെന്റ് ഹബ്ബായി ഉയർത്തുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024-ലെ ജെ.സി. ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് 5 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്ന ജെ.സി. ഡാനിയൽ അവാർഡ്. ഈ മാസം 25-ന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്തയും ആനുകൂല്യങ്ങളും നൽകുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ.
ക്ഷാമബത്ത നൽകുന്നതിൽ സർക്കാർ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന വാർത്തകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരികയാണെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷാമബത്ത അവകാശമല്ലെന്ന സംസ്ഥാന സർക്കാർ നിലപാട് തിരുത്തണമെന്നും ഇടതു സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന് അനുസരിച്ചാവണം കോടതിയിൽ പറയേണ്ടതെന്നും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി. ക്ഷാമബത്ത ജീവനക്കാരുടെ അവകാശമല്ലെന്ന് വ്യാഖ്യാനിച്ച് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സംഘടന പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharati.gov.in/pbvacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര സംഗീതോത്സവം നാളെ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 20 വരെയാണ് സംഗീതോത്സവം. മൂന്നാമത്തെ ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യഹർജിയിൽ വാദം പൂർത്തിയായി. അടച്ചിട്ട കോടതിയിൽ വാദം കേട്ട ശേഷം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി വിധി പറയാനായി നാളത്തേക്ക് മാറ്റി. ശബരിമലയിലെ പഴയ കൊടിമരം 2017 മാറ്റി സ്ഥാപിച്ചപ്പോൾ കൊടിമരത്തിലെ വാജിവാഹനം ചട്ടവിരുദ്ധമായാണ് തന്ത്രിക്ക് നൽകിയതെന്ന് ദേവസ്വം രേഖകൾ. ദേവസ്വം കമ്മീഷണറുടെ 2012 ഉത്തരവിന് വിരുദ്ധമാണ് നടപടി. ഭൌതിക വസ്തുക്കൾ ദേവസ്വം സ്വത്തായി സൂക്ഷിക്കണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കുമ്പോഴാണ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയത്. ശബരിമല ക്ഷേത്രത്തിലെ ചെമ്പുപാളികളിൽ പതിച്ചിരുന്ന സ്വർണത്തിന്റെ അളവും കാലപ്പഴക്കവും കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരം VSSCക്ക് നൽകിയ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം മുദ്രവച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. കോടതി ഇത് വിലയിരുത്തിയ ശേഷം SITക്ക് കൈമാറും. മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം കാണാതായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വണ്ടൂർ മനക്കൽപ്പടി പുള്ളിപ്പാടത്ത് റെയിൽവേ ട്രാക്കിന് സമീപം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ +1 വിദ്യാർത്ഥിയായ 16-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കരുവാക്കുണ്ട് ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ 14-കാരിയാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹം കാണിച്ചുകൊടുത്ത +1 വിദ്യാർത്ഥി വിശദമായ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. പെൺകുട്ടിയെ പ്രതി പീഡിപ്പിച്ചതായും പോലീസ് പറഞ്ഞു. കണ്ണൂർ പഴശ്ശി പദ്ധതിയിൽ നിന്ന് കനാൽ വഴി കൃഷി ആവശ്യത്തിനുള്ള ജലവിതരണം ആരംഭിച്ചു. 400 ഏക്കറോളം പ്രദേശത്തെ കൃഷിക്ക് ഇത് പ്രയോജനം പകരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കൂടുതൽ ബ്രാഞ്ച് കനാലുകളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ക്രമീകരണങ്ങളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. മെയിൻ കനാൽ ഭാഗങ്ങളിലേക്ക് 42 കിലോമീറ്റർ വെള്ളം എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പഴശ്ശി ജലസേചന വിഭാഗം അധികൃതർ. വെള്ളത്തിന്റെ ഒഴുക്ക് നിരീക്ഷിച്ച ശേഷം ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി കൂടുതൽ വെള്ളം ഒഴുക്കിവിടും. അഴീക്കൽ ബ്രാഞ്ച് കനാൽ, എടക്കാട് ബ്രാഞ്ച് കനാൽ എന്നിവിടങ്ങളിൽ 8 കിലോമീറ്റർ വരെ ടെസ്റ്റ് റൺ നടത്തുന്നുണ്ട്. മെയിൻ കനാൽ വഴി വെള്ളം ഒഴുകുന്നതോടെ കനാലിന്റെ ഭാഗമായി വരുന്ന മേഖലയിലെ 4000 വീട്ടുകിണറുകളും 200 പൊതുകുളങ്ങളും റീചാർജ് ചെയ്യപ്പെടും. ഇതോടൊപ്പം 400 ഏക്കറോളം വരുന്ന കൃഷിക്കും ഗുണകരമാകും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. നവി മുംബൈ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 187 പോയിന്റ് ഉയർന്ന് 83,570-ലും നിഫ്റ്റി 28 പോയിന്റ് ഉയർന്ന് 25,694-ലും വ്യാപാരം അവസാനിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 160 രൂപ കുറഞ്ഞ് 1,05,160 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മേധാവിത്വം തുടർന്ന് കണ്ണൂർ ജില്ല. കോഴിക്കോടും തൃശൂരും തൊട്ടുപിന്നിൽ. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്ത് തൊഴിലിടമൊരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വർക്ക് നിയർ ഹോം പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കമാവും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്തയും ആനുകൂല്യങ്ങളും നൽകുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യഹർജിയിൽ കോടതി നാളെ വിധി പറയും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.